ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന വളരെ ലളിതമായ സിമ്പിളായ ചാപ്റ്ററിലെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രൂപമാണ് ഈ ഒരു ചോദ്യത്തിലൂടെ നാം റിവൈസ് ചെയ്യുന്നത്. എല്ലാവരും ചോദ്യം കണ്ടുവല്ലോ. നമുക്കതിൻ്റെ ആൻസറിലേക്ക് പോകാം. z ഈക്വൽ 4x+y എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് മാക്സിമൈസ് ചെയ്യണം. എന്തൊക്കെയാ കൺസ്ട്രെയിൻസ് എന്നത്, കണ്ടീഷൻസ് എന്തൊക്കെയാ? x+y <= 50, 3x+y <= 90, x, y <= 0. ആദ്യത്തെ ചോദ്യം ഫൈൻഡ് ദി ഫീസിബിൾ റീജിയൻ എന്നാണല്ലോ. എന്താ ഈ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്? ലീനിയർ കൺസ്ട്രെയിൻസിൻ്റെ സൊല്യൂഷനെയാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് പറയുക. ലീനിയർ കൺസ്ട്രെയിൻസ് ഈ കണ്ട പോലെ ഇനിക്വാലിറ്റിയാണ്. x+y <= 50, 3x+y <= 90, x, y <= 0. ഈ കൺസ്ട്രെയിൻസിനെയാണ് ഈ ഇനിക്വാലിറ്റീസിനെയാണ് നമ്മൾ ലീനിയർ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ നാം +1 പഠിച്ചിട്ടുണ്ട്. ഗ്രാഫ് വരച്ച് സോൾവ് ചെയ്യുന്ന രൂപം. ആ ഗ്രാഫ് വരച്ച് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഗ്രാഫിനെയാണ്, ആ സൊല്യൂഷൻ റീജിയനെയാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ശരി, അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് പോകാം. ഈ ലീനിയർ കൺസ്ട്രെയിൻസിൻ്റെ ഒരു പ്രത്യേകത, എപ്പോഴും ഉണ്ടാകുന്ന കൺസ്ട്രെയിൻസ് ആണ് x > 0, y > 0. അത് എല്ലാ LPPയിലും കോമൺ ആണ്. ആ ഒരു കാര്യം മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ശരി, നമുക്ക് ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാളിറ്റീസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഇക്വേഷൻ x+y = 50 എന്നാണല്ലോ. ആ ഇക്വേഷൻ നമ്മൾ എഴുതണം. x+y = 50 എന്നുള്ള ഇക്വേഷൻ എഴുതിയിട്ട് ആ ലൈന് വരയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ലൈന് വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം 2 പോയിന്റ് കണ്ടുപിടിക്കണമെന്ന്, അല്ലേ? ഏത് ലൈനാണ് വരയ്ക്കേണ്ടത്? x+y = 50. x+y = 50 ആണ് ഫസ്റ്റ് ലൈൻ, ഫസ്റ്റ് ഇനിക്വാലിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, ആ ലൈൻ വരയ്ക്കാൻ വേണ്ടി ഞാൻ 2 പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. എക്സ് എന്ന് മുകളിലും y എന്ന് താഴെയും എഴുതുന്നു. എക്സിന് ഇഷ്ടമുള്ള ഏത് നമ്പറുകളും കൊടുക്കാമെങ്കിലും സൗകര്യം 0 കൊടുക്കലാണ്. അപ്പോൾ ഞാൻ എക്സിന് 0 എന്ന് കൊടുത്തു. അന്നേരം y എന്ത് കിട്ടും? x 0 ആയാൽ y = 50 എന്നല്ലേ വരിക. വൈയുടെ വാല്യൂ 50 എന്നായി. അതേപോലെ ഞാൻ വൈക്ക് എന്ത് കൊടുക്കുന്നു? 0 എന്ന് കൊടുക്കുന്നു. വൈക്ക് 0 എന്ന് കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടുക? 50. സൗകര്യപ്രദമായ നമ്പർ 0 കൊടുക്കലാണ്, അതുകൊണ്ട് 0 കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈന് x+y = 50 വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ടേബിൾ ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. ഇനി വേണ്ടത് സെക്കൻഡ് ലൈനാണ്. സെക്കൻഡ് ലൈൻ ഏതാണ്? 3x+y = 90 എന്നാണ്, അല്ലേ? 3x+y = 90. ആ ലൈന് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ടേബിളാണ് ഞാനിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. എക്സിന് ഞാൻ 0 എന്ന് കൊടുത്തു. വൈക്ക് എന്ത് കിട്ടി? 3x 0 ആയല്ലോ. എക്സിന് 0 എന്ന് കൊടുത്തപ്പോൾ വൈക്ക് 90 എന്ന് കിട്ടി, അല്ലേ? പിന്നെ വൈക്ക് ഞാൻ 0 എന്ന് കൊടുത്തു. വൈക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ 3x = 90, x = 90/3. അന്നേരം എന്താ കിട്ടുക? 30 എന്നാ കിട്ടുക, അല്ലേ? x = 30 എന്ന് കിട്ടും. y = 0 എന്ന് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഈ 2 ലൈനുകളും വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിൾ ആണെങ്കിലും ഇവിടെ ഏതെങ്കിലും നമ്പറുകൾ തെറ്റിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും നമ്പറുകൾ നമ്മൾ മാർക്ക് ചെയ്തെന്ന് തെറ്റിക്കഴിഞ്ഞാൽ ലൈനിൻ്റെ ഡയറക്ഷനും ലൈനും ബാക്കിയെല്ലാം തെറ്റും. അതുകൊണ്ട് ഈ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ലൈന് വരയ്ക്കാൻ തുടങ്ങാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇതായിരുന്നു നമ്മുടെ ടേബിള്. ഞാൻ ലൈൻ വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കുറച്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, സമയം ലാഭിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് ലൈന് വരച്ചു നോക്കാം. ശ്രദ്ധിക്കൂ, ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈൻ വരയ്ക്കുമ്പോൾ 0, 50 എന്നാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. 0, 50 y ആക്സിസിലെ 50 ആണ്. y ആക്സിസിലെ 60 നിങ്ങൾ കണ്ടുവല്ലോ. ഇതാണ് 60, ഇതാണ് 80, അല്ലേ? y ആക്സിസിലെ 40, 0, 50 ആണല്ലോ പറഞ്ഞത്. 40 ഇതാണ്, 60 ഇതാണ്. അപ്പം അതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും 50 എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം ഈ പോയിന്റ് ആണ് 50 എന്ന് വരാം, അല്ലേ? അതേപോലെ 50, 0 ഈ 40ക്കും 60ക്കും ഇടയിൽ x ആക്സിലുള്ള പോയിന്റ് ആണ് 50, 0 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് ഈ 2 പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈന് വരക്കണം. ഈ 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് ലൈന് വരക്കണം. ഞാൻ ലൈന് വരക്കുന്നു.
നിങ്ങൾക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് വരക്കാൻ പറ്റും. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീട്ടി വരക്കണം കേട്ടോ. ഇവിടെ സിസ്റ്റത്തിൽ വരക്കുമ്പോൾ ഒരു പ്രയാസം കൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത്. ഇത് മുകളിലേക്കും താഴേക്കും നീട്ടി വരക്കണം. ഓക്കെ, ഈ ലൈനിൻ്റെ പേരെന്താ? ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള ലൈനിൻ്റെ പേരെന്താ? ഈ ലൈനിൻ്റെ പേര് x+y=50 എന്ന്. അപ്പം ലൈന് വരച്ചിട്ട് ആ ലൈനിൻ്റെ നേരെ നമുക്കതിൻ്റെ പേരൊന്ന് എഴുതി വെക്കണം. എന്താണ് ലൈനിൻ്റെ പേര്? x+y=50. x+y=50. ലൈന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ശരി. ഇനി രണ്ടാമത്തത് 3x+y=90. അപ്പം അതിൽ ആദ്യത്തെ പോയിന്റ് 090 എന്നാണ് അല്ലേ? എവിടെ 090 ഉണ്ടാവുക? 80യുടെയും 100യുടെയും മിഡ് പോയിന്റ് ആണ് 90 വരാം. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് ഏതാ? 30, 20യുടെയും 40യുടെയും മിഡ് പോയിന്റ് ആണ് 30. അപ്പോൾ ആ രണ്ട് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാണ്. ഓക്കെ, കുറച്ചങ്ങോട്ട് നീട്ടി വരക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഇത് കൃത്യമായിട്ട് വരക്കുന്നു. അപ്പോൾ ഏകദേശം ഇതേപോലെയാണ് കിട്ടുക. ഓക്കെ, ഇതാണ് 3x+y=30 എന്ന് പറയുന്ന ലൈന്. ഓക്കെ, രണ്ടാമത്തെ ലൈന് നമ്മൾ വരച്ചു അല്ലേ? അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ലൈന് വരക്കുമ്പോൾ വരച്ച ഉടനെ തന്നെ ആ ലൈനിൻ്റെ പേര് ലൈനോട് ചാരി നമ്മൾ എഴുതണം, അല്ലെങ്കിൽ ലൈനുകൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ 3x+y=90 എന്നുള്ള രണ്ടാമത്തെ ലൈൻ ഞാൻ വരച്ചു, അതിൻ്റെ പേരും ഞാൻ എഴുതി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇപ്പം ലൈനിൻ്റെ സൊല്യൂഷനേ ആയിട്ടുള്ളൂ. <= എന്നാണ് അവിടെ ഉള്ളത്. അപ്പം <= സൊല്യൂഷൻ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഹാഫ് പ്ലെയിൻ ആയിരിക്കും സൊല്യൂഷനായിട്ട് വരിക. ഏത് ഹാഫ് പ്ലെയിൻ ആണെന്ന് മനസ്സിലാക്കാൻ എക്സിനും വൈക്കും 0 എന്ന് കൊടുത്തു നോക്കുക, ഈ ലൈനിലില്ലാത്ത പോയിന്റ്. അപ്പോൾ 0 കൊടുക്കുമ്പോൾ 0<50 എന്ന് വന്നു അല്ലേ? 0<50 എന്ന് പറഞ്ഞ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഒന്നാമത്തെ ഇനിക്വാലിറ്റിയുടെ സൊല്യൂഷൻ ഈ ലൈനിന് താഴേക്കാണ് വരിക. ഈ ലൈനിന്റെ താഴേക്കാണ് സൊല്യൂഷൻ വരിക. ഒന്നാമത്തെ ഇനിക്വാലിറ്റിയുടെ സൊല്യൂഷൻ ഈ ലൈനിന്റെ താഴേക്കാണ്. രണ്ടാമത്തത് 3x+y=90 അല്ലേ? അവിടെയും 0 കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടല്ലേ വരിക? 0<90 കറക്റ്റ് ആണല്ലോ. അപ്പൊ ഈ ലൈനിന്റെയും താഴേക്കാണ് വരിക. രണ്ട് ലൈനുകളുടെയും താഴേക്കാണ് കോമൺ ആയിട്ടുള്ള സൊല്യൂഷൻ വരിക. പിന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു x>0 y>0 എല്ലാ ഇനിക്വാലിറ്റിയിലും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കോമൺ സൊല്യൂഷൻ നമുക്ക് ഈ കോമൺ സൊല്യൂഷൻ എപ്പോഴും ഇത് എക്സും വൈയും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. അതുകൊണ്ട് ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ കോമൺ സൊല്യൂഷൻ എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ഉണ്ടാവുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് എപ്പോഴും കോമൺ സൊല്യൂഷൻ ഉണ്ടാവുക. ശ്രദ്ധിക്കൂ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ രണ്ട് ലൈനുകളിലെയും താഴെയുള്ള ഭാഗമാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നത്. നിങ്ങൾക്കും ഈ ഭാഗം ഷെയ്ഡ് ചെയ്യാം. ഈ ഷെയ്ഡ് ചെയ്ത് കിട്ടുന്ന ഈ ഭാഗത്തിൻ്റെ പേരാണെന്ത് മക്കളെ? ഫീസിബിൾ റീജിയൻ. അപ്പോൾ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ ഈസ് ഓവർ. <= എന്ന് വന്നപ്പോഴാണ് രണ്ട് ലൈൻ്റെയും താഴേക്ക് വന്നത്. ഒന്ന് <= എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ലൈൻ്റെ മുകളിലേക്കായിരിക്കും വരിക. ആ കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ചെയ്ത കാര്യം മനസ്സിലായല്ലോ. ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം ഞാൻ ചെയ്തു. ഇവിടെ ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് LPP സോൾവ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക, അതായത് ഗ്രാഫ് വരക്കുക എന്നുള്ളത്. അതാണ് ഇപ്പം നമ്മൾ ചെയ്തത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ലൈന് വരക്കണം. ലൈനിലെ പോയിന്റൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ മാർക്ക് ചെയ്യണം. അതുപോലെ ഇവിടെ മാർക്ക് ചെയ്യുമ്പോഴും നല്ലോണം ശ്രദ്ധിക്കണം. ഗ്രാഫിൽ ലൈനൊന്നും മാറിപ്പോകാൻ പാടില്ല. സൊല്യൂഷൻ റീജിയൻ മാർക്ക് ചെയ്യുമ്പോൾ 0 ഇതിലൂടെ പാസ് ചെയ്യാത്ത ലൈനാണെങ്കിൽ അത് കൊടുത്ത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് ശരിയായ രൂപത്തിൽ തന്നെ ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യണം. എല്ലാവർക്കും ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോർണർ പോയിന്റ്സ് ഓഫ് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കല. LPP സോൾവ് ചെയ്യാൻ പിന്നെ നമ്മൾ വേണ്ടത് അതാണ്, കോർണർ പോയിന്റ്സ് ഓഫ് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോർണർ പോയിന്റ്സിന് ഞാൻ പേര് കൊടുക്കുകയാണ്. ആദ്യം ഇതൊരു കോർണർ പോയിന്റ് ആണല്ലോ അല്ലേ? ഇതൊരു കോർണർ പോയിന്റ് ആണ്. ഈ കോർണർ പോയിന്റിന് ഞാൻ എന്ത് പേര് കൊടുത്തു? എ എന്ന് കൊടുത്തു. ഓക്കെ, ഇത് രണ്ടാമത്തെ കോർണർ പോയിന്റിന് ഞാൻ ബി എന്ന് പേര് കൊടുത്തു. മൂന്നാമത്തെ കോർണർ പോയിന്റ് ഇതാണ്, അതിന് സി എന്ന് പേര് കൊടുത്തു. നാലാമത്തെ കോർണർ പോയിന്റ്, 4 കോർണർ പോയിന്റ് ആണ് ഫീസിബിൾ റീജിയൻ ഉള്ളത്. ഓരോ കോർണർ പോയിന്റിന് ഞാൻ പേര് കൊടുത്തു, ABCD പേര് കൊടുത്തു. അപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഈ ABCDയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കല. എയുടെ കോർഡിനേറ്റ് വളരെ സിമ്പിൾ ആയിട്ട് പറയാമല്ലോ. എന്താ കോർഡിനേറ്റ്സ് ഓഫ് എ എന്ന് പറയുന്നത്? 0, 50 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ആ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൂടുതലൊന്നും വിശദീകരിക്കേണ്ടതില്ല അല്ലേ? ബിയുടെ കോർഡിനേറ്റോ അത് വളരെ വളരെ ഈസിയാണ്. എന്താ ആൻസർ വരിക? 0, 0 ഒറിജിൻ ആണ് അല്ലേ? സിയുടെ കോർഡിനേറ്റ്സ് എന്താ? അതും പെട്ടെന്ന് തന്നെ കിട്ടും. അത് 30, 0 ആണ്. എക്സ് ആക്സിലെ പോയിന്റ് ആണ്. അപ്പോൾ 30, 0 ആണ്. ഇനി ഡിയുടെ കോർഡിനേറ്റ് കിട്ടണം അല്ലേ?
ഡിയുടെ കോർഡിനേറ്റ് അത്ര ഈസി ആയിട്ട് കിട്ടില്ല, കാരണം ഡി എന്ന് പറയുന്നത് ക്വാഡ്രന്റിലെ പോയിന്റാണ്. അപ്പോൾ ഈ രണ്ട് ലൈനുകൾ സോൾവ് ചെയ്യണം. ഓക്കെ, ആ രണ്ട് ലൈനുകൾ നമുക്കൊന്ന് സോൾവ് ചെയ്തിട്ട് ആ പോയിന്റ് കണ്ടുപിടിക്കാം. നോക്കൂ, ഒരു ലൈൻ ആരാണ്? 3x + y = 90 എന്നല്ലേ? അതിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ആരെ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? x + y = 50 എന്നുള്ള രണ്ടാമത്തെ ലൈന് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, x + y = 50 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? 3x - x 2x. 2x = y - y 0, 40 എന്ന് വന്നു അല്ലേ? 2x 40 ആണെങ്കിൽ x എത്രയാ? x = 20. x = 20 എന്ന് കിട്ടി. x 20 ആണെങ്കിൽ y പെട്ടെന്ന് പറയാമല്ലോ. x + y = 50 അല്ലേ? അതിലെ x അല്ലേ 20 വന്നിരിക്കുന്നത്. അപ്പോൾ y = എത്ര കിട്ടുക? 30 എന്നാ കിട്ടുക അല്ലേ? അപ്പോൾ ഡിയുടെ കോർഡിനേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 20, 30 എന്നാണ്. ഓക്കെ, ഡിയുടെ കോർഡിനേറ്റ് എന്താ? 20, 30. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ പൂർത്തിയായി. എല്ലാ കോർണർ പോയിന്റ്സിൻ്റെയും കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ക്വസ്റ്റ്യൻ സി എന്താ? ഈ LPP സോൾവ് ചെയ്യാനാണ്. എന്താ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ? അവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കടന്നു വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ സിയിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കടന്നു വരുന്നത്. നമ്മൾ ചെയ്യേണ്ടത് 4 കോർണർ പോയിന്റ്സ് എഴുതണം. ആരൊക്കെയാണ് 4 കോർണർ പോയിന്റ്സ്? ആദ്യത്തെ കോർണർ പോയിന്റ് 0, 50 ആണല്ലോ. അതിന് ഞാൻ എഴുതുന്നു A0, 50 എന്ന് എഴുതി. ഓക്കെ, രണ്ടാമത്തെ 0, 0 ആണ്. അതിന് ഞാൻ B0, 0 എന്ന് എഴുതി. മൂന്നാമത്തത് 30, 0 ആണ്. അതിന് ഞാൻ C30, 0 എന്ന് എഴുതി. നാലാമത്തെ കോർണർ പോയിന്റ് 20, 30 ആണ്. അതിന് ഞാൻ D എന്നാണ് അതിൻ്റെ കോർഡിനേറ്റ്സ്. D20, 30 എന്ന് എഴുതി. ഓക്കെ, D20, 30. ശരി, ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. 4x + y ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്. എക്സിന് 0 എന്നും വൈക്ക് 50 എന്നും കൊടുത്താൽ എന്താ ആൻസർ കിട്ടുക? 4x + 50 അല്ലെ? 4 × 0 + 50. അന്നേരം ആൻസർ 50 എന്ന് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ 2നും 0 എന്ന് കൊടുത്താൽ 0 എന്നാണല്ലോ വരിക. ശരി, ഇനി 30 കൊടുത്താലോ? 4 × 30 എത്ര? 4 × 30 120 ആണ്. 4 × 30 120. ഈ 20, 30 കൊടുത്താൽ 4 × 20 എന്ന് പറയുമ്പോൾ 80 വരും. 80 + 30 എന്ന് പറയുമ്പോൾ 110 എന്നാണ് കിട്ടുക. 110. എന്താ ചോദിച്ചിരിക്കുന്നത്? മാക്സിമം വാല്യൂ എന്താ? ഈ 4 നമ്പറുകളിൽ ആരാണ് മാക്സിമം? ഈ 4 നമ്പറുകളിൽ മാക്സിമം എന്ന് പറയുന്നത് 120 ആണല്ലോ. അപ്പോൾ ഈ 120യുടെ നേരെ മാക്സിമം വാല്യൂ എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം ആൻസറും പൂർത്തിയായി. അപ്പോൾ ഒരു LPP സോൾവ് ചെയ്യുന്ന രൂപം എല്ലാവർക്കും മനസ്സിലായല്ലോ. LPP സോൾവ് ചെയ്യാൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫീസിബിൾ 3 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക. ഞാൻ വിശദീകരിക്കണ്ടല്ലോ, ടേബിൾ വരയ്ക്കുമ്പോൾ ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണേ. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഉറപ്പുള്ള ചോദ്യം, 6 മാർക്കിന് ചോദിക്കുന്ന ഉറപ്പുള്ള ചോദ്യമാണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. ശരി, അപ്പോൾ ആദ്യം ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക. പിന്നെ കോർണർ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. അതിൽ മിക്കവാറും കോർണർ പോയിന്റ്സ് ഒക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആക്സിസിലുള്ളതൊക്കെ ഈ ക്വാഡ്രന്റിലുള്ളതാണെങ്കിൽ സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ശേഷം എന്ത് ചെയ്യുക? ഈ കോർണർ പോയിന്റ്സിലുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ നോക്കുക. മാക്സിമം ആണെങ്കിൽ ഏറ്റവും വലുത് എഴുതുക, മിനിമം ആണെങ്കിൽ ഏറ്റവും ചെറുത് എഴുതുക. എല്ലാവർക്കും മനസ്സിലായല്ലോ. ശരി, മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. ഇതാ ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ഗ്രാഫ് തരും. അതൊരു ഫീസിബിൾ റീജിയന്റെ ഗ്രാഫ് ആയിരിക്കും തരിക, ഒരു LPPയുടെ. എന്നിട്ട് ലീനിയർ കൺസ്ട്രെയിൻസ് കണ്ടുപിടിക്കാൻ പറയും. ഇവിടെ ലീനിയർ കൺസ്ട്രെയിൻസ് തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ ലീനിയർ കൺസ്ട്രെയിൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലൈനുകളുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലേ? നോക്കൂ, ഒരു ആദ്യത്തെ ലൈന് AB എന്നുള്ള ലൈന് നോക്കൂ, നിങ്ങൾ കണ്ടോ? AB എന്നുള്ള ലൈന് കണ്ടല്ലോ. അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന രൂപം ഞാൻ പറയാം. ഇവിടെ X ആക്സിൽ മീറ്റ് ചെയ്യുന്ന 10-ലാണല്ലോ, Y ആക്സിൽ മീറ്റ് ചെയ്യുന്ന 5-ലാണല്ലോ. അത് X ഇന്റർസെപ്റ്റ് 10 ആണ്, Y ഇന്റർസെപ്റ്റ് 5 ആണ്. ഞാൻ AB-യുടെ ഇക്വേഷനാണ് കാണുന്നത് കേട്ടോ. ഇക്വേഷൻ ഓഫ് AB ആണ് ഞാൻ ആദ്യം കാണുന്നത്. ഇക്വേഷൻ ഓഫ് AB ശ്രദ്ധിക്കണം കേട്ടോ. ഇക്വേഷൻ ഓഫ് AB ആണ് ആദ്യം കാണുന്നത്. X ഇന്റർസെപ്റ്റ് 10 ആണ്. അപ്പോൾ X/X ഇന്റർസെപ്റ്റ് അങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടില്ലേ? പ്ലസ് Y/Y ഇന്റർസെപ്റ്റ്, ദാറ്റ് ഈസ് Y / 5 ഈക്വൽ ടു 1. X/X ഇന്റർസെപ്റ്റ് പ്ലസ് Y/Y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു 1 എന്നാണ് ആ ലൈൻ്റെ ഇക്വേഷൻ. ഇത് ഞാൻ 10 LCM 10 ആണല്ലോ, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ X + 2y = 10 എന്ന് വരും. X + 2y = 10. അപ്പോൾ ഫസ്റ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് X + 2y = 10 ആണ്. AB എന്നുള്ള ലൈൻ്റെ ഇക്വേഷൻ അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. AB-യുടെ ഇക്വേഷൻ എന്താ? X + 2y = 10. കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ശരി, ഇനി നമുക്ക് വേണ്ടത് അടുത്ത BC എന്നുള്ള ലൈൻ്റെ ഇക്വേഷൻ ആണ് അല്ലേ? എന്താ BC-യുടെ ഇക്വേഷന്? BC-യുടെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ഞാനിവിടെ കാണുന്നു ഇക്വേഷൻ ഓഫ് BC.
ഇക്വേഷൻ ഓഫ് ബി സി, ലൈൻ ബി സി. ലൈൻ ബി സിയുടെ പ്രത്യേകത എന്താ? എക്സ് ഇന്റർസെപ്റ്റ് 8 ആണ്, വൈ ഇന്റർസെപ്റ്റ് 6 ആണ്. അപ്പോൾ x/8 പ്ലസ് y/6 ഈക്വൽ ടു 1 എന്നാണ് ഇക്വേഷൻ വരിക. ഓക്കെ, ഇതിന് LCM 24 ആണല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതാണ് സൗകര്യം. 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x എന്ന് വരും ആദ്യത്തെ ടേം. ഓക്കെ, രണ്ടാമത്തത് 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം 4x അല്ല വരിക, ആദ്യത്തെ ടേം എന്താ വരിക? 24 മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുമ്പോൾ 3x എന്നല്ലേ വരിക. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടുക 3x എന്നാണ്. അപ്പോൾ ഞാൻ 3x എന്ന് എഴുതി. ഓക്കെ, ഇവിടെ 3x എന്ന് വരും. 3x പ്ലസ് ഇവിടെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ആണ് വരിക. അപ്പോൾ 4y ഈക്വൽ റൈറ്റ് സൈഡിലും 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈക്വൽ 24. അപ്പം നമുക്ക് എന്ത് കിട്ടി? രണ്ടാമത്തെ ലൈൻ്റെ ഇക്വേഷനും കിട്ടി. വളരെ ഈസി അല്ലേ? രണ്ടാമത്തെ ലൈൻ്റെ ഇക്വേഷന് 3x പ്ലസ്, നന്നായിട്ട് ശ്രദ്ധിക്കണം, ഈ ലൈൻ്റെ ഇക്വേഷന് 3x പ്ലസ് 4y ഈക്വൽ ടു 24 എന്നാണ്. അപ്പോൾ രണ്ട് ലൈനുകളുടെ ഇക്വേഷനാണ് ഇപ്പോൾ കിട്ടിയത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനിക്വാലിറ്റിയുടെ സൊല്യൂഷൻ ഏത് ഇനിക്വാലിറ്റി ആണെന്ന് അറിയണം അല്ലേ? ഏത് ഇനിക്വാലിറ്റി ആണെന്ന് അറിയാനേ ശ്രദ്ധിക്കൂ. x+2y = 10 എന്നുള്ള ലൈൻ്റെ മുകളിലേക്കല്ലേ സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് ഞാൻ കൊടുത്താൽ 0 ലെസ് ദാൻ 10 എന്ന് കിട്ടുക. അത് തെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ 0 സൊല്യൂഷൻ അല്ല അല്ലേ? അപ്പോൾ x+2y = 10 എന്നുള്ള ലൈൻ്റെ മുകളിലേക്കാണ് സൊല്യൂഷൻ അല്ലേ? മുകളിലേക്കാണ് സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നത്. മുകളിലേക്ക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയാൽ ശരിയാവോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയാൽ ശരി കിട്ടും. അതുകൊണ്ട് ആ ഭാഗം സൊല്യൂഷൻ അല്ല. അപ്പോൾ ഒന്നാമത്തെ ഇനിക്വാലിറ്റിയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? x+, ശ്രദ്ധിക്കണേ, ഫസ്റ്റ് ഇനിക്വാലിറ്റി എന്ന് പറയുന്നത് x+2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ താഴേക്കാണ് ഷെയ്ഡിങ് വരേണ്ടിയിരുന്നത്, മുകളിലേക്കാണ് ഷെയ്ഡിങ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നാണ് ഫസ്റ്റ് ഇനിക്വാലിറ്റി. ഓക്കെ, ഫസ്റ്റ് ലീനിയർ കൺസ്ട്രെയിൻ്റ് അതാ. ഇനി രണ്ടാമത്തെ നിങ്ങൾ നോക്കൂ, അവിടെ താഴേക്കാണ്, ഈ ലൈൻ്റെ താഴേക്കാണ് സൊല്യൂഷൻ വന്നിരിക്കുന്നത് അല്ലേ? ലൈൻ്റെ താഴേക്ക് സൊല്യൂഷൻ വരുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നല്ലേ വരിക? നോക്കൂ, ഇതിൻ്റെ താഴേക്കാണ്, ഈ ലൈൻ്റെ താഴേക്കാണ് സൊല്യൂഷൻ വന്നിരിക്കുന്നത്. അപ്പം 0 കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുമ്പോഴേ താഴേക്ക് സൊല്യൂഷൻ വരികയുള്ളൂ. അതുകൊണ്ട് രണ്ടാമത്തെ ഇനിക്വാലിറ്റി 3x പ്ലസ് 4y പറ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 എന്നാണ് രണ്ടാമത്തെ ഇനിക്വാലിറ്റി. അപ്പോൾ രണ്ടാമത്തെ ഇനിക്വാലിറ്റി കിട്ടിയല്ലോ, ലീനിയർ കൺസ്ട്രെയിൻസ് കിട്ടിയല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് ലീനിയർ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്? ഒന്ന് x+2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. രണ്ടാമത്തത് 3x പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24. പിന്നെ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് ഇനിക്വാലിറ്റീസ് ഉണ്ട്. ഒന്ന് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0, മറ്റൊന്ന് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ എയുടെ ആൻസർ. ഇനി കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കാനാ നമുക്ക് നേരത്തെ ഞാൻ ചെയ്തത് കൊണ്ട് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. 0, 5, 0, 6 ഇത് സോൾവ് ചെയ്താൽ ബിയുടെ കോർഡിനേറ്റ്സ് കിട്ടും. ഓക്കെ, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി, അപ്പോഴേ ഈക്വൽ ആയിട്ട് വരുള്ളൂ. അങ്ങനെ സബ്ട്രാക്ട് ചെയ്തിട്ട് ഈ കോർഡിനേറ്റ്സ് ബിയുടെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കാം. പിന്നെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്ന രൂപം നമുക്കറിയാലോ. അപ്പോൾ ഈ ചോദ്യം സത്യത്തിൽ മാക്സിമൈസ് z = 200x + 500y സബ്ജക്ട് ടു ദി കണ്ടീഷൻ എന്ന് പറഞ്ഞ ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, ശരി. ഇനി 1-2 ചോദ്യം പരിചയപ്പെടുത്താം. ഈ ഒരു LPPയുടെ സൊല്യൂഷൻ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 2 സ്ഥലത്ത് മാക്സിമം ഉണ്ട്. ഈ 2 സ്ഥലം എവിടേക്കാണ്? ഒന്ന് C ആണ്, ഒന്ന് D ആണ്. 2 സ്ഥലത്ത് മാക്സിമം ഉണ്ടാകുമ്പോഴുള്ള പ്രത്യേകത എന്താ അറിയോ? ആ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിൽ മൊത്തം മാക്സിമം ഉണ്ടാവും. അതായത് ഇൻഫിനിറ്റിലി മെനി മാക്സിമം ഉണ്ടാവും. എവിടേക്ക് അതിന് മാക്സിമം ഉള്ളത്? ഒന്ന് ഡിയിലാണ്, മറ്റൊന്ന് സിയിലാണ് അല്ലേ? ഡിയിലും സിയിലും. ഇപ്പം ഡിയും സിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെന്റ് കണ്ടില്ലേ നിങ്ങൾ? ഈ ലൈൻ സെഗ്മെന്റിൽ മൊത്തം പോയിന്റ്സും എന്തായിരിക്കും? മാക്സിമം പോയിന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ മാക്സിമം മൾട്ടിപ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെ ഇൻഫിനിറ്റിലി മെനി സൊല്യൂഷൻ ഉള്ളൊരു കേസാണിത്. ഓക്കെ, ഈ സൊല്യൂഷൻ ഇല്ലാത്തൊരു കേസ് ഉണ്ട്. അതെപ്പോഴാണ്? നോക്കൂ, ഇവിടെ ഈ 2 ലൈന് വരച്ചപ്പോൾ ഒരു ലൈനിന്റെ സൊല്യൂഷൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അറിയോ? ഈ ലൈനിന്റെ സൊല്യൂഷൻ x+y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 8 ആണല്ലോ. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ ഇങ്ങനെ മുകളിലേക്കാണ്. ഇതിന്റെ സൊല്യൂഷൻ മുകളിലേക്കാണ്. ഓക്കെ, രണ്ടാമത്തെ സൊല്യൂഷൻ താഴേക്കാണ്. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ടുള്ള റീജിയൻ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇല്ല. ഈ ലൈൻ്റെ താഴേക്കും ഇതിൻ്റെ മുകളിലേക്കും ഫസ്റ്റ് കൊണ്ട് കോമൺ സൊല്യൂഷൻ ഇല്ല. അതായത് ഈ സിസ്റ്റത്തിന് എന്തില്ല? ഫീസിബിൾ റീജിയൻ ഇല്ല. നോ ഫീസിബിൾ റീജിയൻ. ഫീസിബിൾ റീജിയൻ ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും എന്തുണ്ടാവില്ല?
ഫീസിബിൾ റീജിയൺ ഇല്ലെങ്കിൽ പിന്നെ കോർണർ പോയിന്റ്സോ മാക്സിമോ മിനിമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫീസിബിൾ റീജിയൺ ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു LPPക്ക് സൊല്യൂഷൻ ഇല്ല. ഒരു പക്ഷേ 3 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ ഇനി ഇതിൽ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയനുള്ള ഒരു ഭാഗമാണ്. അത് നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് കുറവായതുകൊണ്ട് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ് കേട്ടിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് സാധാരണ പോലത്തെ ഒരു ചോദ്യമാണ്. ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. LPP എന്നുള്ള ഭാഗത്തുള്ള ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ചോദ്യം മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇത് മാത്രമേ എക്സാമിനേഷന് ചോദിക്കുകയുമുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.